Meet the editors. പോര് ഗുണം ചെയ്യുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും പോര് ഗുണം ചെയ്യില്ല എന്നാണ് എൻ്റെ പക്ഷം. 3 വസ്തുതകളുണ്ട്. ഒന്ന്, നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് ഗവർണറാണ്. എന്നാൽ ഈ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ബില്ല് നമ്മുടെ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിരുന്നു. ആ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർ അയച്ചു. രാഷ്ട്രപതി അതിൽ ഒപ്പിടാൻ വിസമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒപ്പ് വിത്ത്ഹെൽഡ് ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ബില്ല് അകാല ചരമം പ്രാപിച്ചു. ഇനി ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഒരു അന്തിമ തീർപ്പ് കൽപ്പിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിലവിലിരിക്കുന്ന നിയമപ്രകാരം കേരളത്തിലെ എല്ലാ സർവകലാശാലകളുടെയും പല സർവകലാശാലകളുടെയും ചാൻസലർ എന്ന നിലയിൽ ഗവർണറാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർക്ക് വി സിയുടെ നിയമനത്തിൽ ചാൻസലർ എന്ന നിലയിൽ അധികാരമുണ്ട് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അധികാരം അദ്ദേഹം സ്വേച്ഛാപരമായി നിർവഹിക്കേണ്ടതല്ല. UGCയുടെ ചട്ടങ്ങൾക്കനുസരിച്ചായിരിക്കണം ഗവർണർ അത്തരത്തിൽ വി സി നിയമനം നടത്തേണ്ടത്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സർവകലാശാലകളിൽ നിയമനം നടത്തുക? നമ്മുടെ സർവകലാശാലകളിൽ നിയമനം നടത്തുന്നതിന് ഒരു സെർച്ച് കമ്മിറ്റി, ഒരു പാനലിനെ തീരുമാനിച്ച് ആ പാനൽ ഗവർണറുടെ മുന്നിൽ അഥവാ ചാൻസലറുടെ മുന്നിൽ സമർപ്പിക്കണം. ആ 3 പേരിൽ കുറയാത്ത അംഗങ്ങളുള്ള പാനലിൽ നിന്നായിരിക്കണം ഈ ചാൻസലർ കൂടിയായ ഗവർണർ ഒരു വി സിയെ തീരുമാനിക്കേണ്ടത്. ഇതിൽ സംസ്ഥാന സർക്കാരിനോ ഏതെങ്കിലും തരത്തിൽ സർവകലാശാലയ്ക്കോ ആ പാനലുമായി ബന്ധപ്പെട്ട വ്യക്തികളിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാൻ പാടില്ല, നേരിട്ടൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. ഇത് സർവകലാശാലയുടെ ഓട്ടോണമിയെ നിലനിർത്തുന്നതിന് വലിയ ഗുണകരമായിട്ടുള്ളൊരു നീക്കവുമാണ്. എന്നാൽ അടുത്ത കാലത്ത് കേരളത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ കലാകാലങ്ങളായി തുടർന്നു പോരുന്ന ഒരു കീഴ്വഴക്കമനുസരിച്ച് സർക്കാരിന് താല്പര്യമുള്ള ഒരാളെ ഈ പാനലിസ്റ്റ് റിസർച്ച് കമ്മിറ്റി പാനലുകളിലേക്ക് ഉൾപ്പെടുത്തുകയും സർക്കാരിൻ്റെ രാഷ്ട്രീയ നയങ്ങളോടും തീരുമാനങ്ങളോടും യോജിച്ചുകൊണ്ട് എന്നാൽ അക്കാദമികമായ മികവോടുകൂടിയ ആളുകളെയാണ് കേരള സർവകലാശാല അല്ലെങ്കിൽ കേരളത്തിലെ സർവകലാശാലകൾ പലപ്പോഴും വി സിമാരായി നിയമിച്ചിട്ടുള്ളത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള വി സിമാർ നമ്മുടെ സർവകലാശാലകളിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ നിന്ന് പോയ ഗോപിനാഥ് അടക്കം, സജി ഗോപിനാഥ് അടക്കം, ഈ ഡോക്ടർ ബി ഇക്ബാൽ അടക്കം, അനന്തമൂർത്തി അടക്കം കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ പ്രവർത്തിച്ച വളരെ മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. വളരെ അക്കാദമിക് മികവ് പുലർത്തിയിരുന്നവരുമുണ്ട്. എന്നാൽ അടുത്ത കാലത്ത് ഗവർണർ തൻ്റെ രാഷ്ട്രീയ താല്പര്യം ചാൻസലർ എന്ന നിലയിൽ പ്രകടിപ്പിച്ചു എന്നതും വസ്തുതയാണ്. അതാണ് വസ്തുത നമ്പർ 2. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വി സിയുടെ കാര്യത്തിലല്ല, കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ ഇതേ ചാൻസലർ നോമിനേറ്റ് ചെയ്തു. അക്കാദമിക് യോഗ്യതയില്ലാത്തവരെ ആണ് എന്ന് കണ്ട് ഹൈക്കോടതി അത് റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. ഒരു ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്ത കാര്യത്തിൽ പോലും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ. അത് തീർച്ചും അനഭിലഷണീയമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ സാങ്കേതിക സർവകലാശാലയുടെയും ഡിജിറ്റൽ സർവകലാശാലയുടെയും താൽക്കാലിക വി സി നിയമനമാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. എന്തുകൊണ്ട്? ഒരു സ്ഥിരം നിയമനത്തിന് പാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു തർക്കം സുപ്രീം കോടതിയിൽ കിടക്കുന്ന വിഷയമാണ്. അക്കാര്യത്തിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ നിലവിൽ സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 അംഗ പാനലാണ് സെർച്ച് കമ്മിറ്റിയിൽ വരേണ്ടത്. അത് സർക്കാരിൻ്റെ പ്രതിനിധി, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ പ്രതിനിധി, സിൻഡിക്കേറ്റിൻ്റെ പ്രതിനിധി, ഒപ്പം UGCയുടെ പ്രതിനിധി. ഗവർണറെ പൂർണ്ണമായിട്ടും ചാൻസലർ എന്ന നിലയിൽ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഇതാണ് തർക്കമായി കിടക്കുന്നത്. അത് വരുന്നതുവരെ താൽക്കാലിക നിയമനത്തിനുള്ള അധികാരം ആർക്ക് എന്നതാണ് നിയമപ്രശ്നം. ഹൈക്കോടതി അന്തിമ വിധി പറയാൻ പോകുന്നതേ ഉള്ളൂ. ഗവർണർ പറയുന്നത് താൽക്കാലിക വി സി നിയമനത്തിന് തനിക്ക് അധികാരമുണ്ട്, സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് നിയമിക്കേണ്ടതില്ല എന്നാണ് ചാൻസലറായ ഗവർണർ പറയുന്നത്. എന്നാൽ ഇന്ന് ഈ നിയമനം ഹൈക്കോടതി സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചത് ഗവർണർക്ക് അധികാരമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടല്ല. തൽക്കാലം അവിടെ ഈ താൽക്കാലിക വി സിയുടെ നിയമനം സ്റ്റേ ചെയ്താൽ വി സിമാരില്ലാത്തൊരവസ്ഥ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും വരും. അതുകൊണ്ടാണ് ഈ താൽക്കാലിക നിയമനങ്ങൾ ഇപ്പോൾ തടയാതിരുന്നത്. ഇനി കേസ് വിശദമായി വാദം കേട്ട് അടുത്ത ഘട്ടത്തിൽ ഹൈക്കോടതി അതിലേക്ക് തീർപ്പിലേക്ക് എത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ചാൻസലർക്ക് പരമാധികാരം ഈ വിഷയത്തിലില്ല എന്ന് തന്നെയാണ് എൻ്റെ പരിമിതമായ നിയമപരിജ്ഞാനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ സർക്കാരിൻ്റെയും ചാൻസലറിൻ്റെയും അധികാരമല്ല അവിടെ പ്രതിഫലിക്കേണ്ടത്. പകരം വളരെ സ്വതന്ത്രമായ ഒരു സെർച്ച് കമ്മിറ്റി, ഒരു പാനൽ ഈ പറയുന്ന ചാൻസലർക്ക് മുന്നിൽ വെച്ച് സർവകലാശാലയ്ക്ക് ഗുണകരമായ അക്കാദമിക് അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുന്ന തരത്തിൽ ഒരു വി സി നിയമിക്കലാണ് ആവശ്യം. കേരളത്തിലെ സർവകലാശാലകളിൽ ഒന്നും തന്നെ വി സിമാരില്ല എന്നുള്ളത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ആരോഗ്യ സർവകലാശാലയിൽ മോഹൻ കുന്നുമലിനെ പുനർനിയമിക്കുന്നത് ഇതേ ഗവർണറാണ്, ചാൻസലർ എന്ന നിലയിൽ. അപ്പോൾ സർക്കാർ എതിർത്തില്ല. സർക്കാർ കരുതിയത്
സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഗവർണർ എന്ന ചാൻസലർ വഴങ്ങുമെന്നാണ്. പക്ഷേ അവിടെ ചാൻസലർ വഴങ്ങിയിട്ടില്ല. ഈ പോര് അക്കാദമിക് അന്തരീക്ഷത്തിന് ഗുണം ചെയ്യില്ല. സർവകലാശാലയ്ക്ക് നയപരമായ സ്ഥിരത ഒരു പെർമനന്റ് വി സി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഉണ്ടാവുക. ആ പെർമനന്റ് വി സിയും സിൻഡിക്കേറ്റും ഒക്കെ ചേർന്നാണ് സർവകലാശാലയുടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒട്ടും അനുഗുണമല്ല എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. പോര് ഗുണം ചെയ്യില്ല. സുജയ, ഈ പോരുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഗവർണർ ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്, എന്നോട് പോലും സംസാരിച്ചിട്ടില്ല, ഈ വിഷയം സംസാരിച്ചിട്ടില്ല എന്ന്. ഒരു സമവായത്തിലേക്ക് എത്തി കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. പക്ഷേ ആ രീതിയിലുള്ള ഒരു സമവായത്തിലെത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകില്ല എന്നുറപ്പിച്ച് തന്നെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത്. അതിൽ അദ്ദേഹം മാറ്റം വരുത്തുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇവിടെ നോക്കൂ, APJ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ K ശിവപ്രസാദിനെ നിയമിച്ചിരിക്കുന്നു. ആ നടപടി സ്റ്റേ ചെയ്യില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ, ആ സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കുമ്പോൾ അത് തൻ്റെ നേട്ടമായിട്ടാണ് ഗവർണർ കാണുന്നത്. ഇത് കൊണ്ടും കൊടുത്തുമുള്ള ഒരു പോരാട്ടമായി സർക്കാരും ഗവർണറും തുടങ്ങിയിട്ട് കുറച്ചു കാലമൊന്നുമല്ല, പല വിഷയങ്ങളിലായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കേരളത്തിൽ ഗവർണർ ലാൻഡ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയതാണ്. ഇപ്പോൾ 5ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ പോര്. വാർഷികം ആഘോഷിക്കാവുന്ന തരത്തിലാണ് ഗവർണർ സർക്കാർ പോര് എന്നുള്ളത് തലക്കെട്ടുകളിൽ നിറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് പല വിഷയങ്ങളിലാണ്, ഒരു വിഷയത്തിലല്ല. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടർ K ശിവപ്രസാദിന് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി സ്വീകരിച്ചുകൊണ്ട് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതായത് ഈ സർക്കാരിൻ്റെ പട്ടികയിൽ നിന്ന് നിയമനം വേണമെന്ന് കോടതി പറഞ്ഞതിന് ശേഷമാണ് ആ ഒരു ചട്ടം ലംഘിച്ചുകൊണ്ട് ഗവർണർ തീരുമാനമെടുക്കുന്നത്. അതിന് തനിക്ക് അധികാരമുണ്ട് എന്ന് ഗവർണർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നിയമോപദേശമൊക്കെ തേടിയിട്ടാകണം അങ്ങനെ പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ. പക്ഷേ ഇവിടെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ സർവകലാശാലകളിൽ ഭരണസ്തംഭനം ഉണ്ടായാൽ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അവിടെ പഠിക്കുന്ന കുട്ടികളാണ്. അവരുടെ കൃത്യമായ കോഴ്സുകൾ, അതിൻ്റെ സെമസ്റ്റർ ഡ്യൂറേഷൻസ്, അതെല്ലാം കൃത്യമായി പരീക്ഷാ നടത്തിപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി നടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഭരണസ്തംഭനം ഉണ്ടായാൽ അതിനെയും അത് ബാധിക്കും. അതുകൊണ്ട് സർവകലാശാലകളുടെ പ്രവർത്തനം സ്തംഭിക്കാതിരിക്കാനാണ്, ഒരു ഭരണസ്തംഭനം ഒഴിവാക്കാനാണ് ഹൈക്കോടതി ഇന്ന് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന് വേണം പ്രാഥമികമായി മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ താൽക്കാലിക ചുമതല നൽകി, അവിടെയാണ് ഗവർണറുടെ വാദം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. താൽക്കാലിക ചുമതല നൽകിയത് സിസ തോമസിനുമൊക്കെയാണ്. അപ്പോൾ അത് സ്ഥിരമാക്കി മാറ്റുകയാണ്. അവിടെ ഗവർണർ ഉന്നയിക്കുന്നതും ഇതേ വാദമാണ്. ഭരണസ്തംഭനം ഒഴിവാക്കാനാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ താൽക്കാലിക ചുമതല നൽകി യോഗ്യതയുള്ളയാളെ നിയമിച്ചത്. വൈസ് ചാൻസലർ ഇല്ലാത്ത സാഹചര്യം അനുവദിക്കാനാകില്ല എന്ന് ഗവർണർ പറയുമ്പോൾ കോടതിക്കും അത് അംഗീകരിച്ചു കൊടുക്കാനേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ ഇന്ന് ഇക്കാര്യത്തിൽ സർക്കാരിന് തിരിച്ചടി എന്ന് നമ്മൾ പറയുന്നത് പോലെ അത്രയും തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമല്ല ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൽക്കാലത്തേക്ക് ഇക്കാര്യത്തിൽ ഗവർണർ മുന്നോട്ട് വെച്ച, ഗവർണർ വ്യക്തത തേടിയാണ് കോടതിയിലേക്ക് പോകുന്നത്. അപ്പോൾ സ്റ്റേ കൊടുക്കാത്തത് അത് ഗവർണറുടെ വിജയമെന്ന് ഗവർണർ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പോരാട്ടം നടത്തുന്നത് കൊണ്ട് കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഇന്ന് SFIയുടെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെയൊക്കെ പ്രസ്താവനയൊക്കെ കഴിഞ്ഞ ദിവസമേ തന്നെ ഈ വിഷയത്തിൽ വന്നിരുന്നു. ജനകീയ പ്രതിഷേധമുയർത്തി ശക്തമായി ചെറുക്കുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഗവർണറെ തെരുവിൽ നേരിടുന്ന, നേരത്തെ SFI ഒക്കെ ആ വാഹനം തടഞ്ഞ അതേ സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. അതായത് മുൻപ് നമ്മൾ കണ്ട കാര്യങ്ങളുടെ തനിയാവർത്തനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ സ്റ്റേറ്റിനുള്ള പ്രയോജനം എന്നത് ഇരുപക്ഷവും ചിന്തിക്കേണ്ടതാണ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്ത വിഷയവുമാണ്. ഇതിൽ കോടതി നിർദ്ദേശങ്ങളും കീഴ്വഴക്കങ്ങളും ഗവർണർ ലംഘിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇനി പരിശോധിക്കപ്പെടാൻ പോകുന്നത്. K ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെയും നിയമിച്ചത് സർവകലാശാല ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് എന്ന വാദവുമായി ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് പോയാലും ഒരു നിയമ പോരാട്ടം, ഈ ഭരണസ്തംഭനം എന്ന കാര്യം വെച്ചുകൊണ്ട് ഗവർണർക്ക് നേരിടാൻ കഴിയുമെന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ആർക്കും പ്രയോജനമില്ലാത്ത, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ഡിസ്കഷനാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ഏറ്റുമുട്ടലിലൂടെ രണ്ട് പക്ഷവും, ഞാൻ രണ്ടുപേരെയും കൂടിയാണ് പറയുന്നത്, സർക്കാരായാലും ഗവർണറായാലും ഏതെങ്കിലും ഒരു പക്ഷം ഇതൊന്ന് നിർത്തിയാലല്ലേ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുള്ളൂ. അപ്പോൾ ഒരു സ്ഥിരമായ ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതിൽ ആലോചിച്ചുറപ്പിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താൻ രണ്ടു കൂട്ടർക്കും താല്പര്യമില്ല എന്നതാണ് ബോധ്യമാകുന്നത്. അതിന് പിന്നിലുള്ള കാരണം രാഷ്ട്രീയവുമാണ്. പോര് ഗുണം ചെയ്യുമോ? പോര് ഗുണം ചെയ്യില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുകയാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, ആ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധിയും സ്തംഭനവും ചെറുതല്ല. അത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒട്ടേറെ വിദ്യാർത്ഥികളെയൊക്കെ ബാധിക്കുന്ന, അവരുടെ ഭാവിയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താ, ഇപ്പം ചാൻസലർ സ്ഥാനത്ത് നിന്ന് എന്നെ നീക്കണം അല്ലെങ്കിൽ എന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തത് ആരാദ്യം?
ഈ ഗവർണർ തന്നെയാണല്ലോ. ഈ ഗവർണർ തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തത് ചാൻസലർ പദവിയിൽ നിന്ന് അങ്ങെടുത്ത് മാറ്റണമെന്ന്. അതിനുശേഷമാണല്ലോ സർക്കാർ ഒരു നിയമം അങ്ങ് പാസ്സാക്കിയത്. സർക്കാരിൻ്റെ ചുമതലയാണ് ഇനി വൈസ് ചാൻസലർമാരെ നിയമിക്കുക എന്നുള്ളത്. ആ ഭേദഗതിയിൽ അങ്ങ് ഒപ്പിട്ടാൽ മതിയായിരുന്നല്ലോ, ഈ പ്രശ്നം കഴിയുമായിരുന്നല്ലോ. അന്ന് അദ്ദേഹം അത് ഒപ്പിടാത്തപ്പോൾ തന്നെ ആദ്യം കൊടുത്ത കത്തുമായി ബന്ധപ്പെട്ട് യാതൊരു ആത്മാർത്ഥതയോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വെറുതെ ഒരു വിഷയം ഉണ്ടാക്കുക എന്നതിനപ്പുറത്ത്. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അത് നേരെ രാഷ്ട്രപതിക്ക് അയക്കുക ചെയ്തത്. രാഷ്ട്രപതി എന്താ ചെയ്തു? ഒപ്പിടാതെ അങ്ങ് തള്ളിക്കളഞ്ഞു. അതോടുകൂടി ആ ബില്ല് അങ്ങ് ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞു നിന്ന ആ വാക്കിനോട് യാതൊരു ആത്മാർത്ഥതയും ആദ്യം തന്നെ അദ്ദേഹം പുലർത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയുടെ ഒരു ഒറ്റ ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാണെന്നറിയോ? അഗ്രികൾച്ചറൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെയാണ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറും. അതായത് ഈ 3-in-1 എന്ന് നമ്മൾ പറയത്തില്ലേ, എന്തൊരു പ്രതിസന്ധിയാണെന്ന് നോക്കൂ. അപ്പം ആ അർത്ഥത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണറും വൈസ് ചാൻസലറും ഒക്കെ ഒരാളായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ ഗവർണറും സർക്കാരും കൂടി കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. കാരണം എന്താ അറിയോ? സർക്കാർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്? ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങൾ, ആശയങ്ങൾ, പരിപാടികൾ അതിനെ ഭൂരിപക്ഷം അംഗീകരിക്കുമ്പോഴാണല്ലോ ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. ആ നയങ്ങളോട് ഭൂരിപക്ഷം യോജിക്കുന്നു, അവരുടെ പരിപാടികളോട് ഭൂരിപക്ഷം യോജിക്കുന്നു. അപ്പോൾ അവരിവിടെ നടപ്പാക്കേണ്ട നയങ്ങളെ സംബന്ധിച്ചൊരു പൊതുസമ്മതി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നൽകേണ്ടത്, ഏത് തരത്തിലുള്ള കരിക്കുലമാണ് പിന്നെ പാഠ്യ പദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടത്, അതിനകത്തൊക്കെ സർക്കാരിന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വലിയ സേയാണുള്ളത്. അതൊരു ഗവർണർ ഏകാധിപത്യപരമായും സ്വേച്ഛാപരമായും ഏകപക്ഷീയമായും തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം എന്ന് പറയുന്ന അങ്ങേറ്റം സെക്കുലറായ ഒരു പാഠ്യപദ്ധതി നിലനിൽക്കുന്ന, സെക്കുലറായ വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സ്ഥലവുമാണ്. അവിടേക്ക് വന്നിട്ട് ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു വിഭാഗീയമായി ഒക്കെ പ്രവർത്തിക്കാൻ ഒരു ഗവർണർ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കും. സ്വാഭാവികമായും അതൊരു ക്ലാഷിലേക്ക് വരും. ആ ക്ലാഷാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വൈസ് ചാൻസലർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുക ഒരു സർവകലാശാലയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കാണ്. ആ വൈസ് ചാൻസലർ അങ്ങനെ മാത്രമല്ല, വൈസ് ചാൻസലർ ഒരാശയത്തെ കൂടി പ്രതിനിധാനം ചെയ്യുന്ന ആളായിരിക്കും. ആ ആശയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അത്തരത്തിൽ വളരെ സൂക്ഷ്മത വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലൊരു ആശയ പോരാട്ടമാണ്. ആ ആശയ പോരാട്ടത്തിൽ ഗവർണർ ഉണ്ടാക്കുന്ന പ്രതിസന്ധി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒട്ടും തന്നെ ഭൂഷണമല്ല. അദ്ദേഹത്തോട് യോജിക്കാൻ യാതൊരു നിലവാരത്തിലും കഴിയുകയുമില്ല. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുന്നു ഇക്കാര്യത്തിലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അങ്ങ് മെച്ചപ്പെടുത്തി കളയാമെന്ന തീരുമാനത്തിന് അപ്പുറത്തൊരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുക, സർക്കാരിൻ്റെ നയങ്ങളെ എതിർക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലാണ് അദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഏറ്റവും ഖേദത്തോടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്രവുമല്ല, കേരളത്തിലെ പല സർവകലാശാലകളും, കേരള സർവകലാശാല, MG യൂണിവേഴ്സിറ്റി, ക്യുസാറ്റ്, ഇതിൽ പലരും NIRFൻ്റെ പട്ടികയിൽ മുൻപിലാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അപ്പോൾ സർക്കാരിന് ഇക്കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്കില്ല എന്നുള്ളത് വളരെ വ്യക്തവുമാണ് ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് ഗവർണർ ആ രീതിയിലൊരു രാഷ്ട്രീയമാണ് കളിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കേരളത്തിലത് വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉളവാക്കും. നിർഭാഗ്യമെന്നേ പറയേണ്ടൂ. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇതിനേക്കാൾ മികച്ച ചാൻസലർമാരെ അർഹിക്കുന്നുണ്ട് എന്നാണ് നമ്മളുടെ പക്ഷം. 3 പേരുടെയും അഭിപ്രായം ഈ പോര് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ്. Meet the editors.